നമസ്കാരം. 20 വർഷത്തിലേറെ കാലം മലയാളികൾക്ക് ചിരിയുടെ പൂമാലകൾ സമ്മാനിച്ച് പെട്ടെന്നൊരാൾ നിശബ്ദനായിരിക്കുകയാണ്. ഉല്ലാസ് പന്തളം എന്ന അതുല്യ കലാകാരനാണിത്. ഇന്ന് അദ്ദേഹം ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു പോരാട്ടത്തിലാണ്. ടെലിവിഷൻ സ്ക്രീനുകളിലും സ്റ്റേജുകളിലും കൗണ്ടർ തമാശകളാൽ ആവേശം തീർത്തിരുന്ന ആ ശബ്ദം ഇന്ന് പന്തളം നഗരസഭയ്ക്ക് സമീപമുള്ള തന്റെ ഹോട്ടലിലെ കൗണ്ടറിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഏകദേശം 8 മാസം മുൻപ് അപ്രതീക്ഷിതമായി ഉണ്ടായ പക്ഷാഘാതം ഉല്ലാസിന്റെ ശരീരത്തിന്റെ ഇടതുഭാഗത്തെയാണ് തളർത്തിയത്. സുവർണകാലത്ത് കൂടെയുണ്ടായിരുന്ന പലരും രോഗകാലത്ത് കൈവിട്ടപ്പോൾ പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടുകയാണ് ഈ കലാകാരൻ. കരിയറിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഉല്ലാസ് മുന്തിരിപ്പന്തൽ എന്ന പേരിൽ ഒരു ഭക്ഷണശാല ആരംഭിച്ചത്. പുതിയ തലമുറയുടെ കടന്നുവരവും അവസരങ്ങൾ കുറയുന്നതും മുൻകൂട്ടി കണ്ട് അദ്ദേഹം തുടങ്ങിയ ഈ സംരംഭമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഏക താങ്ങും തണലും. പക്ഷാഘാതം എന്ന വില്ലൻ ശരീരത്തിന്റെ ഒരു ഭാഗത്തെ തളർത്തിയപ്പോൾ ഉല്ലാസ് പന്തളം എന്ന കലാകാരന്റെ ആത്മവിശ്വാസം തകർക്കാൻ ആർക്കുമായില്ല. സ്റ്റിക്ക് കുത്തിപ്പിടിച്ച് വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഓടിയിരുന്ന ഉല്ലാസ് ഇന്ന് സ്വന്തം ജീവിതം കരുപിടിപ്പിക്കാൻ പന്തളത്തെ മുന്തിരിപ്പന്തൽ എന്ന തന്റെ ഹോട്ടലിലുണ്ട്. നല്ല സമയത്ത് കരുതിവെച്ചത് മോശം കാലത്ത് തുണയായി. സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുന്നതിനേക്കാൾ ടെൻഷനാണ് ഹോട്ടൽ നടത്തുമ്പോൾ. പക്ഷെ ഇതാണ് ഇപ്പോൾ എന്റെ ജീവിതം, ഉല്ലാസ് പറയുന്നു. ഹോട്ടൽ മേഖലയിലെ സമ്മർദ്ദവും അനിശ്ചിതത്വങ്ങളുമാണ് തന്റെ അസുഖത്തിന് പ്രധാന കാരണമായതെന്ന് ഉല്ലാസ് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ശാരീരിക പരിമിതികളെ മറികടന്ന് കൗണ്ടറിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അദ്ദേഹം കാണിക്കുന്ന ആർജവം ഏവർക്കും പ്രചോദനമാണ്. മിമിക്രി വേദികളിലൂടെ തുടങ്ങി കോമഡി സ്റ്റാർസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളി വീടുകളിലെ തരംഗമായി മാറിയ ഉല്ലാസിനെ കാണാൻ ഇന്നും നിരവധി പേർ മുന്തിരിപ്പന്തലിൽ എത്താറുണ്ട്. ഉല്ലാസിന്റെ തമാശകൾ പോലെ തന്നെ അദ്ദേഹം വിളമ്പുന്ന ഭക്ഷണവും മികച്ചതാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. സാധാരണക്കാർ മുതൽ ഉദ്യോഗസ്ഥർ വരെ എത്തുന്ന ഈ ഹോട്ടൽ ഒരു കലാകാരന്റെ അധ്വാനത്തിന്റെ പ്രതീകമായി ഇന്ന് പന്തളത്ത് തല ഉയർത്തി നിൽക്കുന്നു. തന്റെ അസുഖ വിവരം ആരോടും പറയാതെ ഉല്ലാസ് ഉള്ളിലൊതുക്കിയിരുന്നു. ഒടുവിൽ അവതാരക ലക്ഷ്മി നക്ഷത്രയാണ് ഈ വിവരം ലോകത്തെ അറിയിക്കുന്നത്. സ്റ്റിക്ക് ഉപയോഗിച്ച് പരസഹായത്തോടെ വേദിയിലെത്തിയ ഉല്ലാസിനെ കണ്ട് മലയാളികൾ അമ്പരന്നു. അവിടുന്ന് ഇങ്ങോട്ട് മിമിക്രി അസോസിയേഷനും രമേശ് പിഷാരടി, ബിനു അടിമാലി തുടങ്ങിയ സഹപ്രവർത്തകരും ഉല്ലാസിനെ ചേർത്ത് പിടിച്ചു. പ്രത്യേകിച്ച് രമേശ് പിഷാരടിയുടെ പിന്തുണ വലിയ കരുത്തായെന്ന് ഉല്ലാസ് നന്ദിയോടെ സ്മരിക്കുന്നു. പ്രേമപ്പനി എന്ന ഷോർട്ട് ഫിലിമിലൂടെ അഭിനയത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറെടുക്കുകയാണ് ഉല്ലാസ്. എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കൾ, മലയാളി പ്രേക്ഷകർ, പ്രവാസികളായ എന്റെ ചങ്ക് സുഹൃത്തുക്കൾ, അവർ എല്ലാവരും എന്റെ കൂടെ നിന്നു, എന്നെ ചേർത്ത് പിടിച്ചു. എന്റെ വല്ലായ്മയിൽ ഇവരെല്ലാം എനിക്കൊപ്പം നിന്നു എന്നതിൽ സന്തോഷമാണ്. അതുപോലെ തന്നെ മിമിക്രി അസോസിയേഷൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്റെ രോഗാവസ്ഥ ലക്ഷ്മി നക്ഷത്രയാണ് ആദ്യം അറിയുന്നത്. പിന്നീട് അവളിലൂടെയാണ് ആളുകളും മനസ്സിലാക്കിയത്. അതുവരെ ആർക്കും അറിയില്ലായിരുന്നു. ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ലോ റിക്കവറി ആണെന്ന് പറയേണ്ടി വരും. എന്നാലും എനിക്ക് പ്രതീക്ഷയുണ്ട്. 1 വർഷം കൂടി കാത്തിരിക്കണം. അടുത്ത സീസൺ ആകുമ്പോഴേക്കും സ്റ്റേജിൽ കയറാൻ പറ്റും. അതിനുള്ള ശ്രമത്തിലാണ്, അദ്ദേഹം പറഞ്ഞു.